അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. 8ാം ക്ലാസ്സിലെ ഫിഖ്ഹിലെ ഒന്നാമത്തെ പാഠമാണ് ഈ ക്ലാസ്സിലൂടെ ചർച്ച ചെയ്യുന്നത്. പദാനുപദം അർത്ഥങ്ങളും ആശയങ്ങളും വളരെ പെട്ടെന്ന് തന്നെ പഠിക്കാൻ പറ്റുന്ന രൂപത്തിലാണ് ഈ ക്ലാസ്. തുടർന്നും മറ്റ് ക്ലാസ്സുകൾ ലഭിക്കുവാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ നമുക്ക് ക്ലാസ്സിലേക്ക് പ്രവേശിക്കാം, പാഠത്തിലേക്ക് പ്രവേശിക്കാം. അദ്ദർസുൽ അവ്വൽ, ഒന്നാമത്തെ പാഠം അസ്വലാത്തു, നിസ്കാരത്തെ സംബന്ധിച്ചാണ് ഒന്നാമത്തെ പാഠത്തിൽ ചർച്ച ചെയ്യുന്നത്. അസ്വലവാത്തുൽ ഖംസു, 5 വഖ്ത് നിസ്കാരം, മഫ്റൂളത്തുൻ, അത് നിർബന്ധമാക്കപ്പെട്ടതാണ്, അത് നിർബന്ധമാണ്. അലാ കുല്ലി മുസ്ലിമിൻ, എല്ലാ മുസ്ലിമിന്റെ മേലിലും. എങ്ങനത്തെ മുസ്ലിമാണ്? മുക്കല്ലഫിൻ, പ്രായപൂർത്തിയും ബുദ്ധിയുമുള്ള, ത്വാഹിരിൻ, ശുദ്ധിയുള്ളതുമായ. അപ്പോ ശുദ്ധിയും ബുദ്ധിയുമുള്ള എല്ലാ മുസ്ലിമിനും 5 വഖ്ത് നിസ്കാരം നിർബന്ധമാണ്. പ്രായപൂർത്തിയും ബുദ്ധിയും ശുദ്ധിയുമുള്ള എല്ലാ മുസ്ലിമിനും 5 വഖ്ത് നിസ്കാരം നിർബന്ധമാണ്. വ അദാഉഹാ, അതിനെ നിർവഹിക്കൽ, അതിനെ വീട്ടൽ അല്ലെങ്കിൽ അതിനെ നിർവഹിക്കൽ. എങ്ങനെ? ജമാഅത്തായിട്ട് നിർവഹിക്കൽ. സുന്നത്തുൻ മുഅക്കദത്തുൻ, അത് ശക്തിയായ സുന്നത്താകുന്നു. അപ്പൊ ജമാഅത്തായി നിസ്കരിക്കൽ, 5 വഖ്ത് നിസ്കാരം ജമാഅത്തായി നിർവഹിക്കൽ, അത് മുഅക്കദായ സുന്നത്തുമാണ്. വൽ ജമാഅത്തു, ജമാഅത്ത് തതഹഖഖു, അത് സാധ്യമാകും. ബി ഇമാമിൻ, ഒരു ഇമാമിനെ കൊണ്ട്. വ മഅ്മൂമിൻ, ഒരു മഅ്മൂമിനെ കൊണ്ട്. അപ്പൊ ഒരു ഇമാമും ഒരു മഅ്മൂമും ഉണ്ടായാൽ തന്നെ ജമാഅത്ത് എന്താണ്? സാധ്യമാകും. വൽ മഅ്മൂമു ഖിസ്മാനി, മഅ്മൂമ് 2 വിധമാണ്. ഒന്ന് മുവാഫിഖുൻ, ഒന്ന് മുവാഫിഖ്, അതായത് ആദ്യമേ തുടർന്നവൻ. രണ്ടാമത്തെ മസ്ബൂഖ് എന്ന് പറഞ്ഞാൽ പിന്തി തുടർന്നവൻ. അപ്പൊ ഇങ്ങനെ ആദ്യം തുടർന്നവനും അതുപോലെ പിന്തി തുടർന്നവനും, ഇങ്ങനെ 2 വിധമാണ് മഅ്മൂമീങ്ങൾ. ഖദ് തഅല്ലംനാ, തീർച്ചയായും നാം പഠിച്ചു. അഹ്കാമൽ മഅ്മൂമിൽ മുവാഫിഖി, ആദ്യമേ തുടർന്ന മഅ്മൂമിന്റെ വിധികൾ നാം പഠിച്ചിട്ടുണ്ട്. ഫിസ് സഫ്ഫിസ് സാബിഖി, കഴിഞ്ഞ ക്ലാസ്സിൽ. അപ്പൊ കഴിഞ്ഞ ക്ലാസ്സിൽ മുവാഫിഖായ മഅ്മൂമിന്റെ വിധികൾ നാം എന്ത് ചെയ്തിട്ടുണ്ട്? പഠിച്ചിട്ടുണ്ട്. ഫലിൽ മസ്ബൂഖി, അപ്പൊ മസ്ബൂഖിനുണ്ട്, അതായത് മസ്ബൂഖ് എന്ന് പറഞ്ഞാല് പിന്തി തുടർന്നവനുണ്ട്. അഹ്കാമുൻ ഖാസത്തുൻ, പ്രത്യേകമായ ചില വിധികൾ. അപ്പോ മസ്ബൂഖിന് എന്തുണ്ട്? പ്രത്യേകമായ ചില വിധികളുണ്ട്. അടുത്തത് അൽ മസ്ബൂഖ്. ഇനി എന്താണ് മസ്ബൂഖ്? ആരാണ് മസ്ബൂഖ്? ഹുവ, അവൻ. ഈ മസ്ബൂഖ് എന്ന് പറഞ്ഞാൽ മൻ, ഒരുത്തനാണ്. എങ്ങനത്തെ ഒരുത്തനാണ്? ലം യുദ്രിക്, അവൻ എത്തിച്ചിട്ടില്ല. മിൻ ഖിയാമിൽ ഇമാമി, ഇമാമിന്റെ ഖിയാമിൽ, ഇമാമിന്റെ നൃത്തത്തിൽ എന്ത് ചെയ്തിട്ടില്ല? എത്തിച്ചിട്ടില്ല. ഖദറൻ, ഒരു സമയം. എങ്ങനത്തെ ഒരു സമയമാണ്? യസൗ, അത് വിശാലമാകും. ഖിറാഅത്ത് സൂറത്തിൽ ഫാത്തിഹത്തി, ഫാത്തിഹ സൂറത്ത് ഓതാൻ. അപ്പൊ ഫാത്തിഹ സൂറത്ത് ഓതാനുള്ള സമയം, പരിപൂർണമായും ഫാത്തിഹ സൂറത്ത് ഓതാനുള്ള സമയം ഇമാമിന്റെ നൃത്തത്തിൽ എത്തിക്കാത്തവനാണ്, ലഭിക്കാത്തവനാണ് മസ്ബൂഖ്. അടുത്തത് ഫൽ വാജിബു, അപ്പൊ വാജിബാകുന്നു. അലൽ മസ്ബൂഖി, മസ്ബൂഖിന്റെ മേൽ വാജിബാകുന്നു. അഖിബ തക്ബീറത്തുൽ ഇഹ്റാമി, തക്ബീറത്തുൽ ഇഹ്റാം ചൊല്ലിയ ഉടനെ, തക്ബീറത്തുൽ ഇഹ്റാമിന്റെ ഉടനെ തന്നെ മസ്ബൂഖിന്റെ മേൽ വാജിബാകുന്നു. എന്ത്? ഖിറാഅത്തുൽ ഫാത്തിഹത്തി, ഫാത്തിഹ ഓതല്. അപ്പൊ പറഞ്ഞു വരുന്നത് ഇമാമിന്റെ നൃത്തത്തില് ഫാത്തിഹ ഓതാൻ സമയം കിട്ടാത്തവനാണ് മസ്ബൂഖ്. അതുകൊണ്ട് തക്ബീറത്തുൽ ഇഹ്റാമിന്റെ ഉടനെ തന്നെ മസ്ബൂഖിന് ഫാത്തിഹ ഓതൽ നിർബന്ധമാണ്.
അടുത്തത് ഫൈൻ റക്അ, അപ്പൊ റുക്കൂ ചെയ്താൽ അൽ ഇമാമു റുക്കൂ ചെയ്താൽ, അതായത് ഇമാമു റുക്കൂയിലേക്ക് പോയാൽ ഖബല ഇത്മാമിഹാ, ഫാത്തിഹയെ പരിപൂർണമാക്കുന്നതിന് മുമ്പ്, മസ്ബൂഖ് ഫാത്തിഹയെ പൂർത്തിയാക്കുന്നതിന് മുമ്പ് ഇമാമ് റുക്കൂയിലേക്ക് പോയാൽ ലസിമ ലഹു, അവനിക്ക് നിർബന്ധമാണ് അയ്യർകഅ മഅഹു, ഇമാമിനോട് കൂടെ റുക്കൂ ചെയ്യൽ മസ്ബൂക്കിന് എന്താണ്? നിർബന്ധമാണ്. അപ്പൊ ഇമാമിനോടൊപ്പം റുക്കൂയിലേക്ക് പോകൽ മസ്ബൂക്കിന് എന്താണ്? വാജിബാണ്. വതസ്ഖുതു അൻഹു, അവന് തൊട്ട് ഒഴിവാകുന്നതാണ് ബഖിയത്തുൽ ഫാത്തിഹത്തി, ഫാത്തിഹയുടെ ബാക്കി ഭാഗം. അപ്പൊ ഫാത്തിഹയുടെ ബാക്കി ഭാഗം അവനിൽ നിന്ന് എന്താകും? ഒഴിവാകുന്നതാണ്. അപ്പൊ അത് ബാക്കിയുള്ള ഭാഗം അവൻ ഓതേണ്ടത് ആവശ്യമില്ല. വലാ തുഹ്സബു ലഹു, മസ്ബൂഖിനെ പരിഗണിക്കുകയില്ല, മസ്ബൂഖിനെ കണക്കാക്കപ്പെടുകയില്ല. ആ റക്അത്ത് എപ്പോ? ഇല്ലാ ഇദാ അദ്റക റുകൂഅൽ മഹ്സൂബ, ആ കണക്കാക്കപ്പെട്ട റുക്കൂ എത്തിച്ചാലല്ലാതെ ലിൽ ഇമാമി, ഇമാമിനോടൊപ്പം എന്തോടുകൂടെ? അടങ്ങി താമസിക്കലോടുകൂടെ. അപ്പോ ഇമാമിനോടൊപ്പം റുക്കോയില് അടങ്ങി താമസിച്ചാലല്ലാതെ മസ്ബൂക്കിന് എന്തില്ല? ആ റക്അത്ത് കണക്കാക്കപ്പെടുകയില്ല, ആ റക്അത്ത് പരിഗണിക്കുകയില്ല. അടുത്തൊരു സൈഡ് ഹെഡിങ് അൽ ഇസ്തിഗാലു ബിദുആഇൽ ഇഫ്തിതാഹി വനഹ്വിഹി, അതായത് ദുആഉൽ ഇഫ്തിതാഹ് കൊണ്ടും അതുപോലത്തത് കൊണ്ടും ജോലിയാകൽ. അതായത് തക്ബീറത്തുൽ ഇഹ്റാം കെട്ടിയ ഉടനെ ഒരാൾ എന്ത് ചെയ്തു? വജ്ജത്ത് ഓതി, അല്ലെങ്കിൽ ഔദ് ഓതി, അല്ലെങ്കിൽ മറ്റു വല്ലതൊക്കെ ആയിട്ട് എന്ത് ചെയ്തു? ജോലിയായാൽ, ശുഗലായാൽ എന്താണ് അവൻ ചെയ്യേണ്ടത്? അപ്പൊ അത് നമുക്ക് നോക്കാം. ഇദസ്തഗലൽ മസ്ബൂഖ് ജോലിയായാൽ ബിദുആഇൽ ഇഫ്തിതാഹി, ദുആഉൽ ഇഫ്തിതാഹ് കൊണ്ട്, ദുആഉൽ ഇഫ്തിതാഹ് എന്ന് പറഞ്ഞാൽ വജ്ജത്ത് കൊണ്ട് ജോലിയായാൽ, അവിത്തഅബ്ദി അല്ലെങ്കിൽ ഔദ് കൊണ്ട് ജോലിയായാൽ, ഔ സക്കത അല്ലെങ്കിൽ മിണ്ടാതിരുന്നാൽ. അപ്പൊ തക്ബീറത്തുൽ ഇഹ്റാം കെട്ടിയ ഉടനെ മസ്ബൂക്ക് എന്ത് ചെയ്തു? വജ്ജത്ത് ഓതി, അല്ലെങ്കിൽ ഔദ് ഓതി, അല്ലെങ്കിൽ ഒന്നും മിണ്ടാതെ നിന്നു. അങ്ങനെ ചെയ്താൽ വജബ അലൈഹി, അവന്റെ മേൽ നിർബന്ധമാണ് അയ്യഖറഅ മിനൽ ഫാത്തിഹത്തി, ഫാത്തിഹയിൽ നിന്നും ഓതൽ നിർബന്ധമാണ്. ഖദറ മസ്തഗല ബിഹി, അവൻ ജോലിയായ ഒന്നിന്റെ സമയം, അവൻ ജോലിയായ അത്രയും സമയം ഫാത്തിഹയിൽ നിന്ന് ഓതൽ എന്താണ്? അവന്റെ മേല് നിർബന്ധമാണ്. എപ്പോ? ബഅദ റുകൂഇൽ ഇമാമി, ഇമാമിന്റെ റുകൂഇന്റെ ശേഷം. അപ്പൊ പറഞ്ഞു വന്നത്, ഇമാമിന്റെ റുകൂഇന് ശേഷം അവൻ ജോലിയായ അത്രയും സമയം ഫാത്തിഹ ഓതൽ എന്താണ്? നിർബന്ധമാണ്. അങ്ങനെ വരുമ്പോ അപ്പൊ ഇമാമിനെ എത്തിച്ചിട്ടില്ലെങ്കിൽ, എത്തിച്ചിട്ടില്ലെങ്കിൽ, ഇവന്റെ ഈ ജോലിയായ അത്രയും സമയം നിന്ന് ഫാത്തിഹയിലുള്ള ബാക്കിയുള്ളതൊക്കെ ഓതിയിട്ട് അവൻ ഇമാമിനെ എന്തില്ല? എത്തിച്ചിട്ടില്ലെങ്കിൽ അവനിക്ക് ആ റക്അത്ത് എന്താണ്? നഷ്ടപ്പെടുന്നതാണ്. അപ്പൊ ഇമാമിനോടൊപ്പം റുക്കൂയില് എത്തിച്ചേർന്നില്ലെങ്കിൽ അവൻ ആ റക്അത്ത് എന്താണ്? നഷ്ടപ്പെടുന്നതാണ്. അപ്പൊ ഇനി അവൻ എന്താ വേണ്ടത്? അപ്പൊ അവൻ പിന്തണം, അവനക്ക് നിർബന്ധമായ ആ ഫാത്തിഹ ഓതാൻ വേണ്ടി അവൻ എന്ത് ചെയ്യണം? പിന്തണം. ഏതുവരെ? ഹത്താ യുരീദൽ ഇമാമു, ഇമാമു ഉദ്ദേശിക്കുന്നത് വരെ. എന്തിനുദ്ദേശിക്കുക? അൽ ഹുവിയ, കുനിയാൻ, ലിസ്സുജൂദി, സുജൂദിലേക്ക് കുനിയാൻ ഉദ്ദേശിക്കുന്നത് വരെ. അപ്പൊ ഇമാമു സുജൂദിന് വേണ്ടി കുനിയാൻ ഉദ്ദേശിക്കുന്നത് വരെ നിർബന്ധമായ ഫാത്തിഹ ഓതാൻ വേണ്ടി എന്ത് ചെയ്യണം? അവൻ പിന്തണം. അങ്ങനെ വരുമ്പോ ഫൈൻ കമ്മലഹു, അപ്പോ അവൻ പൂർത്തിയാക്കിയാൽ, അവന്റെ ഫാത്തിഹ അവൻ എന്ത് ചെയ്തു? പൂർത്തിയാക്കിയാൽ വാഫഖൽ ഇമാമ, ഇമാമിനോട് അവൻ യോജിക്കണം. ഫിസ്സുജൂദി, സുജൂദിൽ യോജിക്കണം. വലാ യർകഉ, അവൻ എന്ത് ചെയ്യാൻ പാടില്ല? റുകൂ ചെയ്യാൻ പാടില്ല. അവൻ ഫാത്തിഹ പൂർത്തിയാക്കിയാൽ സുജൂദിൽ ഇമാമിനോടൊപ്പം എന്ത് ചെയ്യണം? തുടരണം. റുക്കൂവിലേക്ക് പോകാൻ പാടില്ല, റുക്കൂവിലേക്ക് പോകാൻ പാടില്ല. അവൻ സുജൂദിൽ എന്ത് ചെയ്യണം? ഇമാമിനോട് തുടരണം. റുക്കൂ എന്ത് ചെയ്യാൻ പാടില്ല? ചെയ്യാൻ പാടില്ല, റുക്കൂ ചെയ്യേണ്ടതില്ല.
അടുത്തത് ഫഇല്ലം യുകമ്മിൽ മാ ലസിമഹു. ഫഇല്ലം യുകമ്മിൽ, അപ്പോ ഓതിയിട്ട് പൂർത്തിയായിട്ടില്ലെങ്കിൽ മാ ലസിമഹു, അവനിക്ക് നിർബന്ധമായത്, മസ്ബൂഖിന് നിർബന്ധമായിട്ടുള്ളത് ഓതി പൂർത്തിയായിട്ടില്ലെങ്കിൽ എന്തിന്റെ മുമ്പ്? ഖബില ഹുവിയിൽ ഇമാമി, ഇമാമ് കുനിയുന്നതിന് മുമ്പ്. എന്തിലേക്ക്? ലിസ്സുജൂദി, സുജൂദിലേക്ക്. അപ്പോൾ സുജൂദിലേക്ക് ഇമാമ് കുനിയുന്നതിന് മുമ്പ് ഫാത്തിഹയിൽ നിന്നും നിർബന്ധമായത് ഓതി തീർന്നിട്ടില്ലെങ്കിൽ, ഓതി പൂർത്തിയായിട്ടില്ലെങ്കിൽ യുഫാരിഖുൽ ഇമാമ, ഇമാമിനെ അവൻ എന്ത് ചെയ്യണം? വിട്ടു പിരിയണം. ബിനിയ്യത്തിൽ മുഫാറഖത്തി, മുഫാറഖത്തിന്റെ നിയ്യത്ത് കൊണ്ട് വിട്ടു പിരിയുന്നു എന്നുള്ള നിയ്യത്ത് കൊണ്ട് എന്ത് ചെയ്യണം? ഇമാമിനോട് തുടർച്ചയിൽ നിന്ന് അവൻ എന്ത് ചെയ്യണം? ഒഴിവാകണം. ഒന്നുകൂടി വിശദീകരിച്ച് പറയേണ്ടതാണ്. അപ്പോ വീഡിയോ ദീർഘിക്കും എന്ന് കരുതിയിട്ടാണ് അങ്ങനെ നീട്ടിപ്പോകാത്തത്. ഇനി അടുത്ത സൈഡ് ഹെഡിങ് അൽ മസ്ബൂഖ് ബഅദ സലാമിൽ ഇമാമി, ഇമാമിന്റെ സലാമിന്റെ ശേഷം മസ്ബൂഖ്, ഇമാമിന്റെ സലാമിന്റെ ശേഷം മസ്ബൂഖിന് എന്താ ചെയ്യേണ്ടത്? ഇദാ സല്ലമൽ ഇമാമു, ഇമാമ സലാം വീട്ടിയാൽ വജമ അലൽ മസ്ബൂഖി, മസ്ബൂഖിന്റെ മേൽ നിർബന്ധമാണ് അയ്യഖൂമ, ആ മസ്ബൂഖ് നിൽക്കൽ, ഫൗറൻ, വേഗത്തിൽ നിൽക്കൽ. എന്തിനു വേണ്ടി? ലിതദാറുക്കി മാ ഫാത, അവനിക്ക് നഷ്ടപ്പെട്ട ഒന്നിനെ വീണ്ടെടുക്കാൻ വേണ്ടി. അപ്പൊ ഇമാമ് സലാം വീട്ടിയാൽ നഷ്ടപ്പെട്ട റക്അത്തുകൾ ഉണ്ടല്ലോ, അതൊക്കെ വീണ്ടെടുക്കാൻ വേണ്ടി വേഗത്തിൽ തന്നെ ഖിയാമിലേക്ക് പോകൽ, നൃത്തത്തിലേക്ക് പോകൽ അല്ലെങ്കിൽ നിൽക്കൽ എന്താണ്? മസ്ബൂഖിന് എന്താണ്? നിർബന്ധമാണ്. അടുത്തത് യഹ്റുമു അലൈഹി, അവന്റെ മേൽ ഹറാമാകും, മസ്ബൂഖിന്റെ മേൽ ഹറാമാകും. അത്തലബ്ബുസു, താമസിക്കൽ എന്താണ്? ഹറാമാകും. എപ്പോ? ഇദാലം യകുൻ ഫീ മൗദിഇ തശഹുദി, തശഹുദിന്റെ സ്ഥാനത്തല്ലാത്തപ്പോ, തശഹുദിന്റെ സ്ഥാനത്തല്ലാതെയാകുമ്പോ, അത്തഹിയാത്തിന്റെ സ്ഥാനത്തല്ലെങ്കിൽ അവിടെ ഇങ്ങനെ താമസിക്കൽ എന്താണ്? അവനെന്താണ്? ഹറാമാണ്. മാത്രമല്ല അതുകൊണ്ട് ബാത്തിലാകുന്നതുമാണ് അസ്വലാത്തു, നിസ്കാരം. എപ്പോ? ഇൻ തഅമ്മദ, അവൻ മനഃപൂർവ്വം ചെയ്താൽ, വ അലിമ തഹരീമഹു, അത് ഹറാമാണ് എന്ന് അറിയുകയും ചെയ്താൽ. അപ്പോ അത്തഹിയാത്തിന്റെ സ്ഥാനത്തല്ലാത്ത സമയത്താണെങ്കിൽ എന്ത് ചെയ്യാൻ പാടില്ല? ഇമാം സലാം വീട്ടി കഴിഞ്ഞാൽ മസ്ബൂഖ് അവിടെ എന്ത് ചെയ്യാൻ പാടില്ല? താമസിക്കാൻ പാടില്ല. വേഗം എന്ത് ചെയ്യണം? അടുത്ത റക്അത്തിലേക്ക് എന്ത് ചെയ്യണം? അവന് നഷ്ടപ്പെട്ടത് വീണ്ടെടുക്കാൻ വേണ്ടി അവൻ എന്ത് ചെയ്യണം? ഖിയാമിലേക്ക് പോണം. ഇങ്ങനെ അവിടെ താമസിക്കൽ ഹറാമാണ് എന്ന് അറിയും, അല്ലെങ്കിൽ അവൻ അതൊക്കെ അറിഞ്ഞുകൊണ്ട് എന്താണ്? മനഃപൂർവ്വം അങ്ങനെ ചെയ്താൽ അതുകൊണ്ട് എന്ത് ചെയ്യും? അവന്റെ നിസ്കാരം എന്താണ്? ബാത്തിലാകുന്നതാണ്. അപ്പൊ എന്തിയാ പറഞ്ഞത്? മനഃപൂർവമോ അല്ലെങ്കിൽ ഹറാമാണെന്ന അറിവോടെയോ ആണെങ്കിൽ എന്താണ്? നിസ്കാരം ബാത്തിലാവും. അങ്ങനെ താമസിച്ചാല് ആ താമസിക്കൽ മനഃപൂർവമാണ് ചെയ്തത്, അല്ലെങ്കിൽ ഹറാമാണ് എന്ന് അവനക്ക് അറിയും. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നിസ്കാരം എന്താണ്? ബാത്തിലാകുന്നതാണ്. ഒന്നാമത്തെ അത്തഹിയാത്തിന്റെ സ്ഥാനത്താണെങ്കിൽ എന്തിൽ നിന്ന്? മിൻ സ്വലാത്തി, അവന്റെ നിസ്കാരത്തിൽ നിന്ന്. അത് അവന്റെ നിസ്കാരത്തിന്റെ ഒന്നാമത്തെ അത്തഹിയാത്തിന്റെ സ്ഥാനത്താണെങ്കിൽ സുന്നലഹു, അവനിക്ക് സുന്നത്താക്കപ്പെടുന്നതാണ് അയ്യഖൂമ, അവൻ നിൽക്കൽ, മുകബ്ബിറൻ, തക്ബീർ ചൊല്ലുന്നവനായ സ്ഥിതിയിൽ. അപ്പൊ ഇമാമ സലാം വിട്ടുമ്പോൾ ഇമാമിന്റെ അവസാനത്തെ അത്തഹിയാത്തിൽ ഇവനിരിക്കുന്നത് ഇവന്റെ ഒന്നാമത്തെ അത്തഹിയാത്തിലാണെങ്കിൽ അപ്പൊ അവന് എഴുന്നേൽക്കുക അവന്റെ മൂന്നാമത്തെ റക്അത്തിലേക്കാണ്. അപ്പൊ ആ മൂന്നാമത്തെ റക്അത്തിലേക്ക് അവൻ എഴുന്നേൽക്കും. ആ മസ്ബൂഖിന് എന്താണ്? അവിടെ തക്ബീർ ചൊല്ലൽ എന്താണ്? സുന്നത്താണ്. അപ്പൊ തക്ബീർ ചൊല്ലി എഴുന്നേൽക്കൽ സുന്നത്താണ്. വഇല്ലം യകുൻ ഫീ മൗദിഇ തശഹുദി, തശഹുദിന്റെ സ്ഥാനത്തല്ലെങ്കിലോ ഖാമ, അവൻ നിൽക്കണം. ബിഗൈരി തക്ബീരിൻ, തക്ബീർ ഇല്ലാതെ, തക്ബീർ ചൊല്ലാതെ. അപ്പൊ ഒരു ഉദാഹരണം, മൂന്നാമത്തെ റക്അത്തിലാണ്, ഇമാമിന്റെ അവസാനത്തെ റക്അത്തിലാണ് ഇരിക്കുന്നത്. ഇവൻ എന്ത് ചെയ്തിട്ടുണ്ട്? മസ്ബൂഖ് എന്തായിട്ടുണ്ട്? അവന്റെ മൂന്നാമത്തെ റക്അത്തിലാണ് അവിടെ ഇരിക്കുന്നത്. അപ്പോ ഇനി നാലാമത്തെ റക്അത്തിലേക്കാണ് അവൻ എഴുന്നേൽക്കേണ്ടത്, മസ്ബൂഖ് എഴുന്നേൽക്കേണ്ടത്. അങ്ങനെ വരുമ്പോ തക്ബീർ ചൊല്ലാതെ എന്ത് ചെയ്യണം? എഴുന്നേൽക്കണം. അപ്പൊ ഇതോടെ ഒന്നാമത്തെ പാഠം തീർന്നു. ഇനി പല ആവർത്തി കേട്ടിട്ട് എന്ത് ചെയ്യാം? ശരിക്കും പദാനുപദം അർത്ഥം നോക്കി ആശയങ്ങളൊക്കെ എന്ത് ചെയ്യുക? ശരിക്കും മനസ്സിലാക്കുക. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.